ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് കഴിഞ്ഞ തവണത്തേതിൻ്റെ ബാക്കി പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസുകൾ നോക്കിയാലോ. അതിന് സെക്കൻഡ് പാർട്ട്. അതിന് കൂടെ നാം പാസ്റ്റ് സിമ്പിളിലെ തന്നെ ക്വസ്റ്റ്യൻ ഫോമുകളും കൂടി നമുക്ക് പറഞ്ഞു പഠിക്കാം. ഓക്കെ. അവൻ ജോലിക്ക് പോയി. ഹി വെൻറ്റ് ടു ദി വർക്ക്. അവൻ ജോലിക്ക് പോയോ? ഡിഡ് ഹി ഗോ ടു ദി വർക്ക്? ഗോ പോവുക, വെൻറ്റ് പോയി. അപ്പോൾ പാസ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം ചേർക്കുന്ന വേർബ് ബേസ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് വേർബിൻ്റെ ആ ഒറിജിനൽ ഫസ്റ്റ് ഫോം തന്നെയാണ് ഡിഡിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അവൾ ഇമെയിൽ അയച്ചു. ഷീ സെൻഡ് ഇമെയിൽ. അവൾ ഇമെയിൽ അയച്ചോ? Did she send email? send അയക്കുക, sent send അയച്ചു. അവൾ ഉച്ചഭക്ഷണം തയ്യാറാക്കി. She prepared the lunch. അവൾ ഉച്ചഭക്ഷണം തയ്യാറാക്കിയോ? Did she prepare the lunch? അവൻ ഒരു കഥ എഴുതി. He wrote a story. അവൻ ഒരു കഥ എഴുതിയോ? Did he write a story? Write എഴുതുക, wrote എഴുതി. അവൾ കരഞ്ഞു. She cried. അവൾ കരഞ്ഞോ? Did she cry? കരയുക, cried കരഞ്ഞു. അവൾ ധാരാളം പണം ചെലവാക്കി. She spent a lot of money. അവൾ ധാരാളം പണം ചെലവാക്കിയോ? Did she spend a lot of money? Spend ചിലവാക്കുക, spent spend ചിലവാക്കി. അവർ പശ്ചാത്തപിച്ചു. They regretted. അവർ പശ്ചാത്തപിച്ചോ? Did they regret? അവർ പശ്ചാത്തപിച്ചോ? അവർ വിശ്വസിച്ചു. They believed. അവർ വിശ്വസിച്ചു. They believed. അവർ വിശ്വസിച്ചോ? Did they believe? അവർ വിശ്വസിച്ചോ? Did they believe? ഞാൻ ആ രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ വേലി പൊട്ടിച്ചു. I broke the fence between the two plots. Fence means വേലി. Between the two plot. രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ between എന്നാണ് പറയുക. Between the two plot. രണ്ട് പ്ലോട്ടുകൾ. Between the two plots. അവർ പൊട്ടിച്ചോ എന്ന് ചോദിക്കാൻ അത് പാസ്റ്റിൽ ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കുക? അവർ പൊട്ടിച്ചു. Did they break? അവർ പൊട്ടിച്ചോ? Did they break? നീ പൊട്ടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ Did you break the fence? നീ വേലി പൊട്ടിച്ചോ? Did you break the fence? നീ വേലി പൊട്ടിച്ചോ? Then next, ഞാൻ നേരത്തെ ഉറങ്ങി. I slept early. ഞാൻ രാത്രി നേരത്തെ ഉറങ്ങി എന്ന് പറയാൻ I slept early at the night. നീ നേരത്തെ ഉറങ്ങിയോ? Did you sleep early? നീ നേരത്തെ ഉറങ്ങിയോ? Did you sleep early? Sleep ഉറങ്ങുക, slept ഉറങ്ങി. ഞാൻ ആ റോഡിലൂടെ നടന്നു. I walked through the road എന്ന് പറഞ്ഞാൽ റോഡിലൂടെ എന്നർത്ഥം. ഊടെ എന്നർത്ഥാണ് through the road. റോഡിലൂടെ നടന്നു. walk നടക്കുക, walked നടന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. I tried my best. tried ശ്രമിച്ചോ? നീ ശ്രമിച്ചോ?
നീ ശ്രമിച്ചോ? ഡിഡ് യു ട്രൈ? നീ ശ്രമിച്ചോ? ഡിഡ് യു ട്രൈ? ഞാൻ സൂക്ഷിച്ചു നോക്കി. ഐ ലുക്ക്ഡ് വിത്ത് കീൻ. ഐ ലുക്ക്ഡ് വിത്ത് കീൻ. വിത്ത് കീൻ എന്ന് പറയുമ്പോൾ സൂക്ഷ്മതയോടെ അല്ലെങ്കിൽ സൂക്ഷിച്ച് എന്നർത്ഥം. ഞാനൊരു പാട്ട് പാടി. ഐ സാങ് എ സോങ്. ഞാൻ ഒരു പാട്ട് പാടി. ഐ സാങ് എ സോങ്. നീ പാട്ട് പാടിയോ എന്നെങ്ങനെ ചോദിക്കുക? നീ പാട്ട് പാടിയോ? ഡിഡ് യു സിങ് എ സോങ്? ഡിഡ് യു സിങ് എ സോങ്? സിങ് പാടുക. സാങ് പാസ്റ്റ് ഫോം പാടി. ഞാൻ ബലൂൺ ഊതി വീർപ്പിച്ചു. ബലൂൺ ഊതി വീർപ്പിച്ചു. ഊതുക എന്നതിന് ബ്ലോ ഊതുക. ഐ ബ്ലൂ ഔട്ട് ദ ബലൂൺ. ഐ ബ്ലൂ ഔട്ട് ദ ബലൂൺ. ബ്ലൂ ഔട്ട് ഊതി വീർപ്പിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു. ഐ സെഡ് എവറിത്തിങ്. ഐ സെഡ് എവറിത്തിങ്. നീ എല്ലാം പറഞ്ഞോ? നീ എല്ലാം പറഞ്ഞോ? ഡിഡ് യു സേ എവറിത്തിങ്? ഡിഡ് യു സേ എവറിത്തിങ്? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഐ സ്പോക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ സ്പോക്ക് ഇൻ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷിൽ സംസാരിച്ചോ? ഡിഡ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഡിഡ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചോ? ഡിഡ് ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഡിഡ് ദേ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഞാൻ ഭക്ഷണം പാകം ചെയ്തു. ഐ കുക്ക്ഡ്. ഐ കുക്ക്. നീ പാകം ചെയ്തോ? നീ ഭക്ഷണം പാകം ചെയ്തോ? ഡിഡ് യു കുക്ക്? ഡിഡ് യു കുക്ക്? ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. ഐ വോക്കപ്പ്. ഐ വോക്കപ്പ്. ഞാൻ വെള്ളം കുടിച്ചു. ഞാൻ വെള്ളം കുടിച്ചു. ഐ ഡ്രാങ്ക് വാട്ടർ. ഐ ഡ്രാങ്ക് വാട്ടർ. നീ വെള്ളം കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ? നീ വെള്ളം കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ? ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേഡ്. ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേഡ്. നീ പ്രാർത്ഥിച്ചോ? ഡിഡ് യു പ്രേ? നീ പ്രാർത്ഥിച്ചോ? ഡിഡ് യു പ്രേ? ഞാൻ കസേരയിലിരുന്നു. ഐ സാറ്റ് ഓൺ ദ ചെയർ. ഐ സാറ്റ് ഓൺ ദ ചെയർ. സാറ്റ് ഇരുന്നു. സിറ്റ് ഇരിക്കുക. ഐ സാറ്റ് ഓൺ ദി ചെയർ. നീ ഇരുന്നോ? ഡിഡ് യു സിറ്റ്? ഡിഡ് യു സിറ്റ്? ഞാൻ യാത്ര ആസ്വദിച്ചു. ഐ എൻജോയ്ഡ് ദ ട്രിപ്പ്. ഐ എൻജോയ്ഡ് ദ ട്രിപ്പ്. ഞാൻ യാത്ര ആസ്വദിച്ചു. നീ യാത്ര ആസ്വദിച്ചോ? ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? ഡിഡ് യു എൻജോയ് ദ ട്രിപ്പ്? ഞാൻ ഡോർ വലിച്ചു. ഐ പുൾഡ് ദ ഡോർ. ഐ പുൾഡ് ദ ഡോർ. നീ ഡോർ വലിച്ചോ? ഡിഡ് യു പുൾ ദ ഡോർ? ഡിഡ് യു പുൾ ദ ഡോർ? അവൾ എന്നോട് ഒരുപാട് സംസാരിച്ചു. ഷീ ടോക്ക്ഡ് എ ലോട്ട് ടു മീ. ഷീ ടോക്ക്ഡ് എ ലോട്ട് ടു മീ. എന്നോട് ഒരുപാട് സംസാരിച്ചു. അവൾ നിന്നോട് ഒരുപാട് സംസാരിച്ചോ? കുറേയധികം സംസാരിച്ചു. ഡിഡ് ഷീ ടോക്ക് എ ലോട്ട് ടു യു? ഡിഡ് ഷീ ടോക്ക് എ ലോട്ട് ടു യു? ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ. നമുക്ക് വാട്ട്, വിച്ച്, വെൻ, വൈ, വേർ എന്നീ സാധാരണ ക്വസ്റ്റ്യൻ വേർഡുകൾ ചേർത്തിട്ട് ചോദിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചോദിക്കുക? ഡിഡ് യു സേ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞു എന്നാണ്. ഡിഡ് യു സേ. അപ്പോൾ നീ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ഡിഡ് യു സേ? നീ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ നീ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? നീ എന്താണ് പറഞ്ഞത്? നീ എപ്പോൾ പറഞ്ഞു അഥവാ നീ എപ്പോഴാണ് പറഞ്ഞത്? വെൻ ഡിഡ് യു സേ? വെൻ എപ്പോൾ. വെൻ ഡിഡ് യു സേ? നീ എപ്പോഴാണ് പറഞ്ഞത്? നീ എന്തിന് പറഞ്ഞു? നീ എന്തിന് പറഞ്ഞു അല്ലെങ്കിൽ നീ എന്തിനാണ് പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? വൈ ഡിഡ് യു സേ? വൈ ഡിഡ് യു സേ? നീ എന്തിന് പറഞ്ഞു? വൈ ഡിഡ് യു സേ? വേറെ വെച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ വേറെ എവിടെ. നമുക്ക് ഗോ വെച്ചിട്ട് ചോദിച്ചു നോക്കാം. ഡിഡ് യു ഗോ? നീ പോയോ? ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. അപ്പോൾ ഡിഡ് യു ഗോ? നീ പോയോ? നീ പോയോ? നീ എവിടെയാണ് പോയത്? നീ എവിടെയാണ് പോയത് അല്ലെങ്കിൽ നീ എവിടെ പോയി? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? നീ എവിടെ പോയി? ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ ഐ ടുക്ക്. ഐ ടുക്ക്. നീ ഏതാണ് എടുത്തത് എന്നിങ്ങനെ ചോദിക്കുക. നീ ഏതാണ് എടുത്തത്? വിച്ച് വൺ ഡിഡ് യു ടേക്ക്? വിച്ച് വൺ ഡിഡ് യു ടേക്ക്? നീ ഏതാണ് എടുത്തത്? വിച്ച് വൺ ഡിഡ് യു ടേക്ക്? ഐ സെഡ് ടു ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞു. അതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഐ സെഡ് ടു ഹിം, ഞാൻ അവനോട് പറഞ്ഞു.
നീ ആരോടാണ് പറഞ്ഞത് എന്ന് ചോദിക്കാൻ നീ ആരോട് പറഞ്ഞു. Whom did you say to? Whom did you say to? നീ ആരോട് പറഞ്ഞു. Whom did you say to? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ I said. ആരാണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? Who did say? ആരാണ് പറഞ്ഞത്? Who did say? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫോമിൽ പറയുന്നത്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നത് നെഗറ്റീവിൽ, അതും കൂടി നമുക്കൊന്ന് നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ല എന്ന് പറയാൻ ഹീ ഡിഡ് നോട്ട് സേ എന്നാണ്. ഹീ ഡിഡ് നോട്ട് സേ. അവൻ പറഞ്ഞില്ലേ എന്ന് പറയാൻ അവൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ ഡിഡിൻ ഹീ സേ. ഡിഡിൻ ഹീ സേ. നമുക്കിവിടെ ഡിഡ് നോട്ട് എന്നതിന് പകരം ഡിഡിൻറ്റ് എന്ന് പറയാം. ഹീ ഡിഡിൻ സേ. ഹീ ഡിഡിൻ സേ. അപ്പോൾ ഡിഡിൻ ഹീ സേ എന്ന് പറയുന്നതിന് എന്താണ്? ഡിഡ് നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷനാണ് ഡിഡിൻറ്റ്. അവൻ എടുത്തില്ല. ഹീ ഡിഡ് നോട്ട് ടേക്ക്. ഹീ ഡിഡ് നോട്ട് ടേക്ക്. അവൻ എടുത്തില്ലേ? ഡിഡിൻ ഹീ ടേക്ക്. ഡിഡിൻ ഹീ ടേക്ക്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഡിഡിനോട് ഒരു നോട്ട് ചേർത്താൽ മതിയാകും. ഡിഡ് നോട്ട്. ഡിഡ് നോട്ട്. ഇപ്പം ഇവിടെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെ തന്നെയാണ്. ഡിഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ഏത് വെർബാണ് യൂസ് ചെയ്യേണ്ടത്? അത് തന്നെ, വെർബിൻ്റെ ബേസ് ഫോം അഥവാ ഒറിജിനൽ ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കിയാലോ. വൺ എക്സാമ്പിൾ, ഞാൻ പാഠങ്ങൾ പഠിച്ചു. ഞാൻ പാഠങ്ങൾ പഠിച്ചു. ഐ ലേൺഡ് ലെസൺസ്. ഐ ലേൺഡ് ലെസൺസ്. ലേൺഡ് പഠിച്ചു. പഠിച്ചു എന്നതിന് നമുക്ക് സ്റ്റഡി യൂസ് ചെയ്യാം. ഐ സ്റ്റഡീഡ് ലെസൺസ്. ഐ സ്റ്റഡീഡ് ലെസൺസ്. സ്റ്റഡി, സ്റ്റഡീഡ് പാസ്റ്റ് ഫോം. ഐ ലേൺഡ് എന്ന് പറഞ്ഞാലും പഠിച്ചു എന്ന് തന്നെയാണ്. ഐ ലേൺഡ് ലെസൺസ്. നീ പാഠങ്ങൾ പഠിച്ചോ? നീ പാഠങ്ങൾ പഠിച്ചോ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു ലേൺ ലെസൺസ്? ഡിഡ് യു ലേൺ ലെസൺസ്. ഇനി നീ പാഠങ്ങൾ പഠിച്ചില്ലേ? ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നീ പാഠങ്ങൾ പഠിച്ചില്ലേ? ഡിഡിൻറ്റ് യു ലേൺ ലെസൺസ്? ഡിഡിൻറ്റ് യു ലേൺ ലെസൺസ്. ഞാൻ പാഠങ്ങൾ പഠിച്ചില്ല. ഐ ഡിഡ് നോട്ട് ലേൺ ലെസൺസ്. ഐ ഡിഡ് നോട്ട് ലേൺ ലെസൺസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നീ എന്താണ് പഠിച്ചത്? നീ എന്താണ് പഠിച്ചത്? വാട്ട് ഡിഡ് യു ലേൺ? വാട്ട് ഡിഡ് യു ലേൺ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ള കുറച്ച് സെൻറ്റൻസുകളും ക്വസ്റ്റ്യൻ ഫോമുകളുമൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഓക്കെ, റിപ്പീറ്റായിട്ട് പറഞ്ഞ് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ